സിഐസിയും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളിലും സുപ്രഭാതം പത്രത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളിലും പരിഹാരം കാണാൻ ഇന്ന് മലപ്പുറം ചേളാരിയിൽ സമസ്ത നേതാക്കൾ യോഗം ചേരും. സമസ്തയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ സിഐസി തയ്യാറായിട്ടില്ല. സമസ്ത മുഖപത്രം ചിലരുടെ താൽപര്യങ്ങൾക്ക് മാത്രമായി പ്രവർത്തിക്കുന്നുവെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. സമസ്ത മുഖപത്രം സുപ്രഭാതം ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു. ചീഫ് എഡിറ്റർ ബഹാബുദ്ദീൻ നദ്വിക്ക് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താനാവുന്നില്ല. റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് സത്താർ പന്തല്ലൂരിനെ മാറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM അനുകൂലമായി പരസ്യം പ്രസിദ്ധീകരിച്ചതു മുതൽ സുപ്രഭാതത്തെ ചൊല്ലിയുള്ള ഇരുവിഭാഗത്തിൻ്റെയും പോര് രൂക്ഷമാണ്. ഇരുവിഭാഗത്തിൽ നിന്നുമുള്ളവരെ സുപ്രഭാതത്തിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ചേളാരിയിലെ യോഗത്തിൽ സുപ്രഭാതം വിഷയം ചർച്ചയാവും. CICക്ക് മുൻപിൽ സമസ്ത വെച്ച 9 നിർദ്ദേശങ്ങളിൽ 7 നിർദ്ദേശങ്ങളാണ് CIC അംഗീകരിച്ചത്. ആ നിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയത് അംഗീകരിക്കാൻ സമസ്ത നേതൃത്വം തയ്യാറുമല്ല. എന്നാൽ CICയെ കൊണ്ട് എല്ലാം അംഗീകരിപ്പിക്കാമെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും CIC പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപാട് കാലമായി തുടരുന്ന ഈ 2 വിഷയങ്ങളിലും ചർച്ചയിലൂടെ പരിഹാരം കാണാൻ നേതൃത്വത്തിന് കഴിഞ്ഞാൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന് അനുകൂലമാവും. മറിച്ചാണെങ്കിൽ ലോക്സഭാ കാലത്ത് കണ്ട ചേരിപ്പോര് ആവർത്തിക്കും. സമസ്തയുടെ നിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പദമാണ് CIC നേതൃത്വം ഉപയോഗിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുന്നി ആശയപരമായുള്ളതെല്ലാം അംഗീകരിക്കാം, സമസ്ത പറയുന്നതെല്ലാം അംഗീകരിക്കാൻ ആവില്ലെന്നുമാണ്. ഇത് സമസ്ത നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.